സ്ട്രെസ് വരുമ്പോൾ ശരിക്കും കാണുന്നത് കോശങ്ങളൊക്കെ വല്ലാത്ത വിരുദ്ധമാണ്. അത് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ശരീരം ഇങ്ങനെ സൃഷ്ടിച്ച പോലെയാകുന്നത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ സ്ട്രെസ് വരുമ്പോൾ അതിനെ പറയുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, OS. ഓക്കെ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീ റാഡിക്കൽസ് ഉത്ഭവിക്കും. ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കാൻ തുടങ്ങിയാൽ അത് വന്നിട്ട് ഓരോ കോശങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. ഓക്കെ, ഫ്രീ റാഡിക്കൽസ് ഓരോ കോശങ്ങളെയും വീക്കാവും. അങ്ങനെയാവുന്നതിന്റെ കാരണം എന്താ? ഇതിങ്ങനെ വന്ന് ഈ ഇലക്ട്രോൺസ് പെയറുകളുണ്ടല്ലോ, അതിന്റെ ഒരു പെയറിനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ എന്തായി? ബാലൻസ് തെറ്റിയോ? ഒരു സ്കൂട്ടറിന് 2 ടയർ, ഒരു ബൈക്കിന് 2 ടയർ, അതൊരു ടയർ എടുത്ത് മാറ്റിയോ? ഇംബാലൻസ്. യു കാനോട്ട് റൈഡ് ഇറ്റ്. പല പ്രത്യേകതകളുണ്ട്. അതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയായപ്പോൾ ഈ ആറ്റമിന്റെ സ്ട്രക്ചറെ മാറി. റൈറ്റ്, ഈ ആറ്റം സ്ട്രക്ചർ മാറുന്നതാണ് നമ്മുടെ കോശങ്ങളെ വെട്ടി പോകുന്നത്. പല തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്, അവയവങ്ങൾ കൊലാപ്സ് ആയി പോകുന്നത്, ചില ആൾക്കാർ ലിവർ ക്യാൻസർ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതെയാക്കാനാണ് നമ്മൾ കൊടുക്കുന്നത് ആന്റി ഓക്സിഡന്റ്. കേട്ടാണോ അല്ലേ? ഹലോ, ആന്റി ഓക്സിഡന്റ്, അത് എഗേൻസ്റ്റ് ആയി പോകും. ആ ആന്റി ഓക്സിഡന്റിൽ പെട്ടതാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നൊക്കെ പറഞ്ഞത്. ന്യൂട്രിചാർജ് PVMFO പറഞ്ഞതാ. ന്യൂട്രിചാർജ് PVMF പറഞ്ഞത്. PVMFO, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ, ഒമേഗ. അപ്പൊ പൊടി കലക്കി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ആൻഡ് ഫൈബർ കിട്ടുന്നു, കോശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. വൈറ്റമിൻ ആൻഡ് മിനറൽ കഴിക്കുന്നു, കോശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, കാരണം അതിൻ്റെ അകത്ത് ആന്റി ഓക്സിഡന്റ്. ഒമേഗ ടോട്ടലി ആൻഡ് ആന്റി ഓക്സിഡന്റ്. ഇങ്ങനത്തെ PVMFO എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആരോഗ്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ മരിച്ചു പോകും. എത്ര ആൾക്കാർ PVMFO കഴിച്ചാൽ നോക്കിക്കോളൂ. എന്നിട്ടും നമ്മൾ പറയും ഇത് കഴിച്ചാൽ കഴിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോ ആന്റി ഓക്സിഡന്റ് ന്യൂട്രിചാർജ് വെജോമേഗ ഞാൻ നിങ്ങൾക്ക് ദിവസേന 2 or 3 കഴിക്കാൻ പറഞ്ഞു. മിനിമം വേണ്ടത് 2 കഴിക്കണം. 1 കഴിക്കുന്നുണ്ടെങ്കിൽ 1 ആവില്ല, 2 ദിവസേന കഴിക്കണം. വല്ലാതെ ഫാറ്റി ബോഡി ആണെങ്കിൽ 3 കഴിക്കാം. ഹൃദ്രോഗമാണ്, ബൈപ്പാസ് കഴിഞ്ഞതാണ്, സ്റ്റണ്ട് ഇട്ടതാണ്, കിണ്ടിട്ടതാണ് പറയുന്നുണ്ടെങ്കിൽ, ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 4 കഴിക്കാം. മിനിമം ആൻഡ് മാക്സിമം ദിസ് കഴിക്കാം. ശരീരത്തിലെ ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളയും ചെയ്യും ഒമേഗ. ഇനി ഒമേഗ ആന്റി ഓക്സിഡന്റ് കഴിക്കുമ്പോൾ എന്താ ചെയ്യാൻ അറിയോ? ഒമേഗയുടെ കണം പോയിട്ട്